ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്കുള്ള ഒരു ആൻസർ ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ നേരെയാക്കാനുള്ള ഹീലിങ്ങിനുള്ള ബ്രേസ്ലെറ്റ് ആവശ്യമുള്ള ആളുകൾ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതിലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം ആൻഡ് സിറ്റുവേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്ക് അവയർനെസ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ എനർജീനകത്ത് ഗിൽട്ട് വന്നിട്ടുണ്ട്. ബേർഡൺ വന്നിട്ടുണ്ട്. കവറേജ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ടാരോട്ട് കാർഡ്സും കൂടി എടുത്തു നോക്കാം. സൺ കാർഡ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഹാരോഫൻറ്റ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡക്കിൾ. ഏസ് ഓഫ് വാൺസ് ആണ് അവസാനം നമുക്ക് കിട്ടിയത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഇതൊരു ചെറിയ വീഡിയോ ആണ്, മീൻസ് ചെറിയൊരു റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അവയർനെസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു ബോധം വരേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധോദയം ഇപ്പോൾ വേണം. നിങ്ങളുടെ അവബോധം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന സിറ്റുവേഷൻസ് എന്താണോ അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, അതായത് എന്താണ് നടക്കുന്നത്, എന്താണ് ചുറ്റിനുമുള്ള അവസ്ഥകൾ എന്നൊക്കെയുള്ളത് അറിയാം. റിലേഷൻഷിപ്പിൽ ഓരോ കാര്യങ്ങളും പോയിന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിനെ വിശ്വസിക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയണത് നിങ്ങൾ കേൾക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു മെഡിസിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ വഴികൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ആക്കാൻ തയ്യാറല്ല. സോ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ബ്ലോക്ക് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അഴിക്കണം, മെസ്സേജ് അയക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹത്തിലൂടെ ഇരിക്കുന്നുണ്ട്. അവരതിനുള്ളൊരു ആക്ഷൻ എടുക്കും എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കും, ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം പോകും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇവർക്ക് ക്യൂരിയോസിറ്റിയാണ്. അതുപോലെ തന്നെ ഇവർ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അവർ സ്പൈ ചെയ്ത് നോക്കുന്നുണ്ട്. സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ എന്തൊക്കെയോ ഒരു ഇൻഫർമേഷൻസ് അറിയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ന്യൂസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ സൺ കാർഡ് നിങ്ങൾ തമ്മിലുള്ളൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷനെ കാണിച്ചു തരുന്നതാണ്. ഇവൻ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും നിങ്ങളെ തമ്മിൽ വിട്ടു പിരിയാത്ത രീതിയിൽ ഒരു സോൾ അട്രാക്ഷൻ ചെയ്യുന്നുണ്ടാകും. ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകാം. ആരോട് തോന്നാത്തൊരു ഇഷ്ടമാണ് നിന്നോട് എനിക്ക് തോന്നിയത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ തുറന്ന് നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടാകാം. സോ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്, റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അവരുടെ ചിന്താഗതികളാണ്. സക്സസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാൺസും അത് തന്നെയാണ് പറയുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒരു പുതിയൊരു കാൽവെപ്പ്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ ലൈഫ്, ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക. പുതിയതായിട്ട് ഇതിലൊരു എന്താ പറയുക, പഴയ കാര്യങ്ങളെല്ലാം തന്നെ അത് പാസ്റ്റിൽ തന്നെ വിട്ടിട്ട്
പുതിയൊരു ലൈഫിലേക്ക് വരിക. ഓക്കെ, പിന്നെ എനിക്കിവിടെ ഹൈറോഫൻറ്റിൻ്റെ എനർജി ഉണ്ട്. ഇത് മാരേജിൻ്റെ കാർഡാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളോർ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിരിക്കാം. ഇവിടെ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മീൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് പോലെയാണ്. മേ ബി നിങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിരിക്കാം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നതുപോലെ എനിക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഫോർഗീവ്നെസ് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ആര് തെറ്റ് ചെയ്താലും ഇവിടെ ഫോർഗീവ്നെസ്, അവരാണ് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നെങ്കിൽ അത് ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിച്ച് എടുത്ത് തലയിൽ വെക്കുക എന്നുള്ളതല്ല. ലൈഫിൽ കിട്ടുന്ന പാഠങ്ങളെല്ലാം ലൈഫിലേക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പാഠങ്ങളും നമുക്ക് കിട്ടണത്. ഓക്കെ, അപ്പം ഫോർഗീവ്നെസ്, നിങ്ങളാണ് തെറ്റ് ചെയ്തെങ്കിൽ ഫോർഗീവ്നെസ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് എനിക്കിവിടെ കാണുന്നുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, എല്ലാ മെമ്മറീസ് ഒരിക്കലും മറന്നു പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പ്രോബ്ലം ഓൾറെഡി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സിനകത്ത് ചില നെഗറ്റീവ് തോട്ട്സ് ഇവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അവർക്ക് ചില സമയത്ത് നിങ്ങളോട് എത്ര ഫീലിങ്സ് തോന്നിയാലും, നിങ്ങളോട് എത്രയൊക്കെ ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് വന്നാലും സംടൈംസ് ഇവർക്ക് ഇവരുടെ ഫീലിങ്സ് ഐസ് ആക്കി വെക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്റ്റക്ക് ആക്കി വെക്കേണ്ടി വരുന്നു, ബ്ലോക്ക് ആക്കി വെക്കേണ്ടി വരുന്നു. അതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത് ഇവർക്ക് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് മേ ബി നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാതെ പെരുമാറിയിട്ടുള്ളതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കാം അവരുടെ നെഗറ്റീവ് തോട്ട്സ്. നിങ്ങൾ അവരുടെ സിറ്റുവേഷൻസ് അറിഞ്ഞിട്ട് മനസ്സിലാക്കാതെ പെരുമാറുക, അല്ലെങ്കിൽ ചില വാശി പിടിക്കുക, അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കാം നെഗറ്റീവ് തോട്ട്സ് ക്യാരി ചെയ്യുന്നത് ഇവിടെ കാണിച്ചു തരുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അവരുടെ ഒരു സിറ്റുവേഷനാണ്, അവരുടെ ഒരു മൈൻഡാണ്. നമ്മൾ ഓവറോൾ എനർജി എടുത്ത സമയത്ത് നമുക്കിവിടെ ഗിൽട്ടും അതുപോലെ തന്നെ ബേർഡൻ എന്നുള്ളൊരു കാർഡും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ പേഴ്സൺ എന്തായാലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥകൾ ഇവർ ചുമക്കുന്നുണ്ട്. അതായത് അവനവൻ വരുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവനവൻ തന്നെ ചുമന്നുകൊണ്ട് നടക്കുക. ഓക്കെ, അവനവൻ ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻസ് ആണ്. ഇവിടെ നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഗിൽട്ട് ഫീൽ ഉണ്ട്. ഓക്കെ, അതായത് ഒരിക്കലും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുമ്പോൾ, നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പം ഈ പേഴ്സൺ മിണ്ടാതെ മാറിയിരിക്കുന്നു, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ ചെയ്ത്, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിങ്ങളോട് ചെയ്തതിന് അവർക്ക് റിഗ്രറ്റ് ഇല്ലേ, അവർക്ക് സങ്കടമില്ലേ, അവർ ഇതിനനുഭവിക്കുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അവരെ ഇങ്ങനെ തുരത്തണുണ്ട്. അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഭയങ്കര റിഗ്രറ്റ് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ് എന്നുള്ളതാണ്, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ നന്നായിട്ട് ഗിൽട്ട് ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്തു വെച്ചതെല്ലാം അവരിപ്പോൾ ചുമക്കുകയാണ്. അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരുപാട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെല്ലാം അവർക്കിപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട്. അവരതെല്ലാം തിരിച്ചനുഭവിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പിക്ചർ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അവർക്കിപ്പോൾ ഒരു അവരെ കൊണ്ട് ഇപ്പോൾ ഒരു പ്ലേ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇപ്പോൾ ഒരു വിഡ്ഡിവേഷം കെട്ടിക്കുന്നത് പോലെയാണ് യൂണിവേഴ്സ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ നല്ല കാര്യമാണ്. അവർക്ക് ബോധം വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. പിന്നെ എനിക്കിവിടെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക്, സ്പീഡ് ആക്ഷൻ, ഒരു സഡൻ നിങ്ങൾക്കൊരു പോസിറ്റീവ് ചേഞ്ച് ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളിപ്പം മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. ഇതൊരു സ്ലോ ആക്ഷനൊന്നും അല്ല. ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ അവർ ബ്ലോക്ക് അഴിക്കുന്നതൊന്നും ഒരു സ്ലോ അല്ല, അത് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട്. ആൻഡ് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, നിങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിരിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ലൈക്കോ സബ് ചെയ്യാം കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് എന്ന് കരുതിയിട്ട് അതൊരിക്കലും വലിയ കാര്യമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. ഓക്കെ, മാപ്പ് പറയുക, മനസ്സിൽ മാപ്പ് പറയുക, ഫോർഗീവ്നെസ്. ഓക്കെ, അപ്പോൾ അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നെഗറ്റീവായിട്ട് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഓക്കെ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു ഷോർട്ട് റീഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിച്ചുവാരി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണ്, കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ.